മൂന്നാർ ഇക്ക നഗറിൽ നിന്നും രാജീവ് ഗാന്ധി നഗറിലേക്ക് പോകുന്ന വഴിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. കൊച്ചുകുട്ടികളടക്കം നടന്നു പോകുന്ന വഴിയിലെ വെള്ളക്കെട്ടാണ് പ്രധാന പ്രശ്നം. മലിനജലം ഒഴുകിപ്പോകാൻ ഓടയില്ലാത്തതാണ് പ്രതിസന്ധിക്ക് ഇടവരുത്തുന്നത്. ദിവസവും നിരവധിയായ ആളുകൾ കാൽനട യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന വഴിയാണ് മൂന്നാർ ഇക്ക നഗറിൽ നിന്നും രാജീവ് ഗാന്ധി നഗറിലേക്ക് പോകുന്ന പാത. സ്കൂൾ വിദ്യാർത്ഥികളും പ്രായമായവരുമെല്ലാം കാൽനട യാത്രയ്ക്കായി ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. ഈ വഴിയിലുള്ള വെള്ളക്കെട്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് പ്രതിസന്ധിയായിട്ടുള്ളത്. വഴിയരികിൽ ഓട നിർമ്മിച്ചിട്ടില്ലാത്തതിനാൽ പ്രദേശത്തെ മലിനജലമടക്കം ഈ വഴിയിലൂടെ നിരന്നൊഴുകുന്നു. ചിലയിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇതിൽ ചവിട്ടി വേണം ആളുകൾ യാത്ര ചെയ്യാൻ. ஆனால் நிலவில் இந்த ரோடு போட்டு ரொம்ப வருஷங்களாச்சு. ஆனால் அந்த ரோடு போகும்போதுமே ப்ராப்பராக ட்ரைனேஜை எதோ கட்டி போடலை. அதனால இப்போ பார்த்தீங்கன்னா ரோடு எல்லாமே உடஞ்சி நிற்குது. அது போக இந்த தண்ணி குழந்தைங்க போகிறது எல்லாமே இந்த தண்ணிக்குள்ள ஓடி சகதிக்குள்ள ஓடி அப்படியே போய்கிட்டு இருக்காங்க. மெயினாக பார்த்தீங்கன்னா அங்கன்வாடி இங்கே பக்கத்தே இருக்குது, ആർട്സ് കോളേജ് இருக்குது, എഞ്ചിനീയറിംഗ് കോളേജ് இருக்குது. എല്ലാത്തിനും இந்த റൂട്ടിൽ தான் പോയിട്ട് വന്നിട്ടിരിക്കാங்க. സ്ഥിരമായി മലിനജലത്തിൽ ചവിട്ടി യാത്ര ചെയ്യുന്നത് രോഗങ്ങൾ പടരുന്നതിന് കാരണമാകുമോ എന്ന ആശങ്ക ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കുണ്ട്. മഴക്കാലമാകുന്നതോടെ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പാതയോരത്തെ വീടുകളിലേക്കടക്കം വെള്ളം ഒഴുകി കയറുന്ന സ്ഥിതിയുണ്ടാകും. இதில் ரோட்டில் இது வழி போகிற பைப்புகளில் எதுவும் கரெக்டான ஜாயிண்ட்டு கிடையாது. எதுவுமே அவங்க கரெக்டாக ப்ராப்பராக பண்ணுறது கிடையாது. இதனால எங்கள் வீட்டுகளில் பெரிய பிரச்சனை ஏற்படுது. மழை நேரத்துகளில் தண்ணி உள்ளே ஏறதும், அல்லாத நேரத்துகளில் எங்கள் வீட்டில் செப்டி டேங்கு அது காரியங்கள் எல்லாமே நிறைஞ்சி 3 மாதத்துக்கு ஒராட்டம் பல ஆயிரம் செலவுன்ற அளவுக்கு எங்களுக்கு பிரச்சனை ஆகிட்டு இருக்கு. പാതയോരത്ത് ഓട നിർമ്മിച്ച് വഴിയിൽ നിന്നും വെള്ളക്കെട്ടും വെള്ളമൊഴുക്കും മാറ്റണമെന്ന് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ആവശ്യപ്പെടുന്നു. ഒപ്പം ദിവസവും നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഈ വഴിയുടെ നവീകരണം സാധ്യമാക്കണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.